ബിജെപിയും ജനതാദളും കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാലയും കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും. മോദി സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് സിദ്ധരാമയ്യക്കെതിരായ നീക്കമെന്നും ഗവർണറെ ഉപയോഗിച്ച കോൺഗ്രസ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നും നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം സിദ്ധരാമയ്യ സർക്കാരിനൊപ്പമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് നേതൃത്വത്തിന് നന്ദി അറിയിച്ചു. മൂഡ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരായ നീക്കം മോദി സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്നും കർണാടകയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ബിജെപിയും ഗവർണറും ഒത്തുകളിക്കുകയാണെന്നും എഐസിസി ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പ്രധാനമന്ത്രി മോദിയും ബിജെപിയും തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം കർണാടകയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ 5 കോടിയിലധികം വരുന്ന സാധാരണക്കാർക്ക് വേണ്ടി കോൺഗ്രസ് ഗ്യാരണ്ടികൾ നടപ്പിലാക്കാതിരിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. On how a systematic and designed assault has been unleashed through a office of a puppet governor by the BJP and the Janata Dal as part of their sinister conspiracy and design to destabilize an elected government. Frustrated by a decimating defeat, Prime Minister, Home Minister and the entire BJP leadership are now hiding behind a ragdoll governor to attack the Congress government of Karnataka. This is a sinister design to attack the 5 Congress guarantees. ആരോപണങ്ങൾ നിയമപരമായി നേരിടുമെന്നും പാർട്ടി നേതൃത്വം നൽകുന്ന പിന്തുണയിൽ നന്ദിയുണ്ടെന്നും സിദ്ധരാമയ്യ അറിയിച്ചു. I would like to thank the High Command. See, we believe in court. We believe in law of the land. We hope that the law definitely, because the decision taken by the governor is unconstitutional and illegal. Therefore, we can get the justice at the hands of the courts. National Desk, Jai Hind News.